ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കുക ഗൈസ്. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ടോട്ട് ഒന്ന് ഓർക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇന്നലെ ഫുട്ബോൾ ലോകം സാക്ഷികളായത്. നമ്മൾ 2021 ഓർമ്മയില്ലേ നിങ്ങൾക്ക്, ഡെൻമാർക്ക് വേഴ്സസ് ഫിൻലൻഡ് മത്സരം. അന്ന് നമുക്ക് വളരെ വേദന സമ്മാനിച്ച ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതെ, ക്രിസ്റ്റ്യൻ എറിക്സൺ എന്ന താരം, അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു ഒരു ഹൃദയാഘാതത്തെ തുടർന്ന്, അറ്റാക്കിനെ തുടർന്ന്. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ഫുട്ബോൾ ലോകം കൈകോർത്തത് ആ ഒരു കോവിഡ് എന്ന പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ മറക്കാത്തൊരു കാര്യമാണ്. എന്നാൽ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അതെ, അദ്ദേഹം ഇന്നലെ ഉക്രൈനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ വെച്ചാണ്, ഡെൻമാർക്ക് വേഴ്സസ് ഉക്രൈൻ, അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു. അദ്ദേഹത്തിന് പേസ് മേക്കർ ഘടിപ്പിച്ചതാണ് 2021 ആ കൊളാപ്സിന് ശേഷം. പിന്നീട് അദ്ദേഹം നെഞ്ച് പൊത്തിക്കൊണ്ട് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് റഫറി മാച്ച് ക്യാൻസൽ ചെയ്തു, മാച്ച് ഉപേക്ഷിക്കുകയായിരുന്നു 70 മിനിറ്റ് ആയപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിനെ തുടർന്ന്. പിന്നീട് അദ്ദേഹം ഓക്കെ ആയിരുന്നു. ഡാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുന്നത് ഇങ്ങനെയായിരുന്നു, അദ്ദേഹം ഒന്ന് ബോധം കെട്ടു. പിന്നീട് അദ്ദേഹം ഗ്രൗണ്ടിന് പുറത്തേക്ക്, ഡോക്ടർ പറയുന്നതാണ്, ഡെന്നിഷ് ഫുട്ബോൾ ടീമിന്റെ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ഗ്രൗണ്ടിന് പുറത്തേക്ക് നടന്നാണ് പോയത്. പിന്നീട് അദ്ദേഹം ബോധവാനായി തിരിച്ചെത്തി. ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എറിക്സൺ ഈസ് ഡൂയിങ് വെൽ എന്നാണ് എന്തായാലും നമ്മുടെ ഡോക്ടർ അറിയിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എറിക്സന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു, എത്രയും വേഗം അദ്ദേഹം തിരിച്ചു വരട്ടെ. ഓരോ അപ്ഡേറ്റുകളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ക്ലബ്ബ് എന്ന രീതിയിലാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതികരിക്കുന്നു. ടോട്ടൻഹാം ഹോട്ട്സ്പറും അതേ രീതിയിൽ തന്നെ, അങ്ങനത്തെ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. എറിക്സൺ എത്രയും വേഗം തിരിച്ചെത്തട്ടെ എന്ന രീതിയിൽ അവരും പ്രതികരിക്കുന്നു. അത്രയും അതിന് തുടർച്ചയായി ഇങ്ങനെ വരുന്നത് അപകടകരമാണെങ്കിലും അത് അദ്ദേഹം അതിജീവിക്കുന്നു എന്നത് തന്നെ ഒരു പോസിറ്റീവാണ്. കാരണം 2021 നമ്മളൊക്കെ വിചാരിച്ചു അദ്ദേഹം ഇതോടെ കരിയർ അവസാനിപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം അതിശക്തമായി തിരികെ വരുന്നത് കണ്ടു. എന്നാൽ ഇതും അദ്ദേഹത്തിന് അങ്ങനെ അതിജീവിക്കാനാകട്ടെ, അദ്ദേഹം എത്രയും വേഗം തിരികെ എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കാം. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയോടെ ഇന്ന് തുടങ്ങേണ്ടി വരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നതുവരെ